സോ ഹലോ ഗീസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഇത് കാണരുത്, നേരെ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ വല്ലതും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫുള്ളി അയൺ ആർമർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടിൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഒരു ബേസൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി പറഞ്ഞതാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചെടുത്ത് തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓ, ഇവിടെ മറ്റം വന്നു കേട്ടോ. അപ്പം എൻ്റെ പേരെന്താന്നു, എന്താ അവൻ്റെ പേര്? വാട്ടർ. ഓ, ബക്കറ്റ് കൊടുത്ത 2 എമറാൾഡ്. നമ്മുടെ കയ്യിൽ ബക്കറ്റ് ഉണ്ട്, പക്ഷേ ആ ബക്കറ്റ് കൊടുക്കാൻ എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല, ഒരു 2 എമറാൾഡിന് വേണ്ടിയിട്ട്. അതിൻ്റെ നമ്മുടെ സാധനങ്ങൾ ഇപ്പോഴും ഡീസ്പോൺ ആയിട്ടില്ല, ഇതവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ഉണ്ട് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം കേട്ടോ. ഇതിലെന്തെങ്കിലും ഞാൻ വെച്ചോ ഇല്ല, കോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് രണ്ടും കൊണ്ട് എടുക്കാം. ആൻഡ് നമുക്ക് ഇവിടുന്ന് സ്ഥലം കാര്യമാക്കല്ല. അപ്പോൾ ഇത് നമുക്ക് പുതിയ അപ്ഡേറ്റിൽ വന്നാന്ന് തോന്നുന്നു. ഈ ക്യാമൽ എന്നുവെച്ചാൽ ഒട്ടകം ഒക്കെ കണ്ടാ, ഒട്ടകമൊക്കെ വന്നാറ ഇതിൻ്റെ മേത്ത് കയറാൻ പറ്റും. ഓ, കയറാൻ പറ്റും. ഓ, ഇത് സാഡൽ വേണമെന്നാണ് തോന്നുന്നത്. ഇല്ല കുഴപ്പമില്ല. ഓ, അവ ഇരിക്കണമൊക്കെ അടിപൊളിയില്ലേ, നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്താ നല്ലൊരു പൂ. അയ്യോ എന്താ? ഓ എടാ, പൂവ് കാണാനില്ല. ആ പൂ നമുക്ക് കിട്ടിയാ? ഇല്ലല്ലോ. അയ്യോ, ഫുഡ് എവിടെ? ഫുഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഗസ്, എന്താ പെട്ടെന്ന് രാത്രിയായി? എന്തോ പ്രശ്നം കേട്ടോ. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഈ പൂവ് കിട്ടുമോ നോക്കാം. ഓക്കെ, കിട്ടി. ഇതെന്താ? അടിപൊളി പൂ. ആൻഡ് ഗസ്, നമുക്ക് ഇനി ഈ ഇവിടേക്ക് ബോട്ട് ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് പോയേക്കാം. ആൻഡ് നമുക്ക് ബോട്ടൊക്കെ എവിടെടാ? ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ കളഞ്ഞാ ഗസ്. അപ്പോൾ നമ്മളൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, വെറുതെ അല്ല ഗസ്, ഓക്കെ, മഴ പെയ്യുണ്ട് അതിനാണ്. പക്ഷേ ഇവിടെ മാത്രമല്ല മഴ പെയ്യണുള്ളൂ, ഇങ്ങോട്ടൊന്നും പെയ്യണില്ല. എന്തായാലും നമുക്ക് ബോട്ടിട്ട് പോയൊക്കെ കണ്ട് ഇവിടെ മാത്രം മഴ. അതാ ഓക്കെ, പുഴയിൽ ഫുള്ള് മഴ ഉണ്ട്. ആൻഡ് നമ്മുടെ അതറായിരിക്കുന്നു ബോട്ട്. പൊട്ടനെന്നെ വെറുതെ ഒരു ബോട്ട് ഉണ്ടാക്കി. നമുക്ക് ഈ ബോട്ട് കയ്യിൽ വെച്ചേക്കാൻ ആവശ്യം വരും അവരുടെ. ഓക്കെ, നമുക്ക് നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വില്ലേജ് താണ്ടാം ഗസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഈ സ്റ്റോണിൻ്റെ ഈ ബയോമില്ല, സ്റ്റോണിൻ്റെ ഇത് ബയോം തന്നെയാണോന്ന് അറിയില്ല, എന്നാലും ഇങ്ങനെ സ്റ്റോണോടുള്ള ഭാഗം ഈ പാറക്കെട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, നല്ല മഴയാണ്. നൈറ്റ് ആയാലും മാത്രമേ നമുക്ക് കിടന്നുറങ്ങാനും പറ്റുള്ളൂ. ഇവിടെ നിന്ന് കായം കിട്ടും. ബട്ട് ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് കായം നോക്കണില്ല. നമുക്ക് ഒരു വില്ലേജൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം, കൊണ്ട് തന്നെ നമുക്കത് പോയേക്കാം. ഓക്കെ, ആൻഡ് ഗസ്, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നെയ്റ്റായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലിയൊരു മല കാണാണ്ടോന്നും അറിയില്ല, എന്നാലും വലിയൊരു മല ഇതാ കണ്ടില്ലേ. ആൻഡ് നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങും വേണം. പക്ഷെ ഇതിൻ്റെ മുകളിലേക്കൊന്നും കയറി തിരിയില്ലാണ്ട് തന്നെ നമുക്ക് ചുറ്റോറങ്ങനെ ചുറ്റി പോയേക്കാം. ഓക്കെ, ഓ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഇത് ഓക്കത്തെ വില്ലേജ് അല്ല എങ്കിലും ഷവാനത്തെങ്കിലും വില്ലേജ് കിട്ടിയല്ലോ, ഭാഗ്യം ഗൈസ്, ഭാഗ്യം. ഓക്കെ, നമുക്ക് വില്ലേജ് കിട്ടും. സ്കെൽട്ടനൊക്കെ ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു വഴി പോയിട്ട് കയറാം ഗേസ്. അപ്പോൾ നമ്മളിതാ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് വില്ലേജ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില്ലേജാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വീട് എടുത്തിട്ട് നമുക്കൊരു വീട് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ജസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഉണ്ട്. ഇതെന്താ ഒരു ഇതുണ്ട്, ഇത് എംപ്റ്റി മാപ്പ് ഒന്നും വേണ്ട. ഒക്കെ നമുക്ക് വേറെ വല്ല സ്പേസുള്ള വീട് എടുത്തിട്ട് അതിൽ നമുക്ക് കുടിയാക്കാം. ഈ വീട് എടുക്കാം. ഈ വീട്ടിൽ അത് എന്താ അരേ ഭയ്യ ഇറങ്ങിപ്പോ ഭയ്യ, എവിടെ മോനെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നുറങ്ങട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇതാ നമ്മുടെ 4ാമത്തെ നൈറ്റ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 3 നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4ാമത്തെ നൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇരിക്കുകയാണ്. ഓ, ഇതെന്താ വലിയ ഇവിടെ സ്റ്റോണിൻ്റെ സ്ഥലമുണ്ട്. ആൻഡ് നമുക്ക് പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇതിൻ്റെ വീടാ തോന്നണം. ഓക്കെ, നമുക്കിതോട് പറിച്ച് മാറ്റാം, എന്നിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഗേസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ ജസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇതെല്ലാം വെക്കുന്നത് നമുക്ക് ഫുഡ് ഇരിക്കട്ടെ. ഒക്കെ ഗേസ്, ഇതൊക്കെ വെക്കാം ഗേസ്. അപ്പോൾ നമ്മളൊരു ഇത് സ്റ്റോണിൻ്റെ ഹോ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അയ്യോ അമ്മേ, ഇപ്പം പെട്ടേനെ പൊന്നയുടെ ക്രീപ്പറാ, ഓടിക്കോ. അയ്യോ, പൊട്ടല്ലേ. ഭാഗ്യം.
ഗസ് നമുക്ക് ഈ ഹോ വെച്ചിട്ടൊരു പണിയുണ്ട്. നമുക്ക് പോയിട്ട് ഇവിടുത്തെ ഹാബലൊക്കെ പറിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് പിന്നെ പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ഇവിടുത്തെ കണ്ടോ, ഇവിടെ കുറേ ഉണ്ട് ഇവിടെ ഹാബില്. കാരണം ഷവാന ബൈമിൽ ഫാമേഴ്സാണ് കൂടുതലുണ്ട്, കുറേ ഹാബിൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആണ് പറിക്കാം. ഓ സാഡല്, ഓക്കെ നമുക്ക് സാഡല് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് സുഖം ഒരു കുതിരേനെ നമുക്ക് വഴിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കൊക്കെ സിമ്പിളാ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷെ കുതിരയാണ് ഇല്ലാത്തത്. കുതിരേനെ തപ്പണം, അത്ര തന്നെ വഴിയുള്ളൂ. അയ്യോ ക്രീപ്പർ, എടാ ഇവൻ പോയില്ലറാ, ഇവനെന്നാ തട്ടിയിട്ട് തന്നെ കാര്യമുള്ളൂ. പൊട്ടല്ലേ. ഓ ഗീസ് അവനൊക്കെ തട്ടീൻ്റെ. പിന്നെ നമുക്ക് 45 ഹാബയിലും കിട്ടി. എന്തായാലും കൊള്ളാം. പിന്നെ നമ്മൾ ബെഡ് മോളിക്ക് എടുത്ത് വെച്ചു. കാരണം ആ കുരിപ്പ് ചേക്കൻ വന്നിട്ട് ദാ നടക്കണം. ഈ കുരിപ്പ് ചേക്കൻ വന്നിട്ട് ഇവിടെ ചാടി കളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കയറ്റി വെച്ചു ഗേസ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് നല്ല സ്ഥലം നോക്കണം. കാരണം നമുക്ക് ഇവിടുന്ന് മാറണമല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കാം ഗേസ്. അപ്പോൾ നമ്മളൊരു സങ്കടകരീകമായ ഒരു വാർത്തയാണ്. കാരണം അയ്യോ ഇതൊന്നും എടുക്കാൻ പറ്റില്ലേ, അയ്യോ പെട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. ആൻഡ് ഗേസ് നമുക്ക് ഇതൊക്കെ എടുക്കാം. ഓക്കെ അത് പോട്ടെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നെയ്റ്റായി. അപ്പോൾ നെയ്റ്റ് ഇവിടെ കിടന്നുറങ്ങിയിട്ട് പോവാം. നമ്മുടെ ഈ ഒരു സ്ഥലം ഇത് ഷവാനയാണല്ലോ. എനിക്ക് ഷവാന തീരെ പിടിക്കാത്ത സ്ഥലമാണ്. ബട്ട് ഞാനിങ്ങനെ കുറേ സർവൈവൽ ഷവാനത്തെ വില്ലേജിൻ്റെ അടുത്തൊക്കെ യോക്കിലൊക്കെ ഉള്ളിടത്ത് ബേസ് പണിതിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ കുറേ ചിറ്റം തപ്പി, ഇവിടെ ഒന്നും ഒരു ഓക്കില്ല. ഓക്കെന്ന് വെച്ചാൽ നമ്മൾ സാധാ അങ്ങനത്തെ ബയോമ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇവിടുന്ന് നമുക്ക് നാട് വിടാം, മാറിപ്പോവാൻ. കാരണം ഇതൊരു സുഖമില്ല. അപ്പോൾ എടാ മാറാ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് നൈറ്റ് നമ്മളിവിടെ കിടന്നിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ 5 ദിവസം നമ്മുടെ ഇതിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് പോവാം മക്കളെ. അപ്പോൾ ബായിട്ടാ. അയ്യോ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം മാരുടെ ബെഡ് നമുക്ക് അവിടെ വെച്ചുകൊടുക്കാം. മക്കളെ നിങ്ങളുടെ ബെഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വേറെ സാധനങ്ങൾ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. കുറച്ചിതും ഇതും കൂടി ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ അതൊക്കെ ഞാൻ അവിടെ വെച്ച് തന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു. ആൻഡ് നമ്മൾ ബോട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ഞാൻ കുറേ ചുറ്റി തപ്പി, പക്ഷെ എവിടെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഷവാനയിൽ ജീവിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവാണ് ഗേസ്. അപ്പോൾ നമ്മൾ ഈ മലയുടെ അപ്പുറത്തേക്കാണ്ട് പോയി കുറേ നടക്കാൻ പോവാണ്. എന്നിട്ട് വല്ലതും കിട്ടിയപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗേസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഓക്ക് ഭയം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി അവിടെ കുറച്ച് പ്ലെയിൻസാണ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. വല്ല വില്ലേജും കിട്ടിയാലോ ഗേസ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇപ്പുറത്തെ ജംഗിൾ, ഇപ്പുറത്തെ ഓക്കാണ്. എൻ്റെ എന്താ അയ്യോ സോംബി ഓടിക്കോ ഓടാ. അതറ വില്ലേജ് അവിടെ കിട്ടി. ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇത് വലിയ കേവത് ഒരു ഗുഹ പോലെ കേവ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ ഓക്കിൽ തന്നെ വില്ലേജ് കിട്ടി. യെലെസ്കോ ബ്രോ. എന്താ വെച്ചാൽ ഇവിടെ വില്ലേജ് വെച്ചാൽ നമുക്ക് ഇവിടെ ബേസ് പണിയാലോ. അപ്പോൾ അവിടെ ഷവാന ബയോമും അവിടെ ജംഗിൾ ബയോമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം കുറേ ബയോമിൻ്റെ ഒക്കെ അടുത്താണ്. ചെറിയ വില്ലേജ് സാരില്ല, നമുക്ക് വില്ലേജസിന് കിട്ടിയാൽ മതിയല്ലോ, അല്ലാതെ വില്ലേജ് വലുതാവണമെന്നൊന്നുമില്ല. ആൻഡ് ലാവാപ്പൂൾ വരെയുള്ള ഒരു വില്ലേജ് നമുക്ക് കിട്ടി. പക്ഷെ ഭയങ്കര കുഞ്ഞ് വില്ലേജ് കേട്ടോ, കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. ആൻഡ് സാറിലെ നമുക്ക് എന്തായാലും ഒരു വില്ലേജ് കിട്ടിയല്ലോ. ആൻഡ് നമ്മളിവിടെ എവിടെയെങ്കിലും നമ്മളൊരു ബേസ് പണിയുന്നതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താ കുറച്ച് ആപ്പിൾ ഉണ്ട്, പക്ഷെ അതൊന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഒരു ബേസ് നല്ലൊരു പ്ലെയിൻസിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ വെക്കാം. ആൻഡ് കണ്ടോ ഇവിടെയും ജംഗിളാണ്. ഓക്കെ ഗേസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്ലെയിൻസ് കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബേസ് പണിയാനുള്ള സ്ഥലം കണ്ടുതാ. അവിടെ വില്ലേജ്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലം ഏത് നമ്മുടെ ബേസ് പണിയാനുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ബെഡൊക്കെ വെച്ച് സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ നിരപ്പാക്കിയിട്ട് നമുക്കിവിടെ ഓരോ ഫാമുകളൊക്കെ തുടങ്ങണം. എന്തായാലും നമുക്ക് ഇതിൽ ഈ എപ്പിസോഡിൽ ബ്രീഡിങ് ഫാം തുടങ്ങാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നമുക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങണം. ഇവിടെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ നമുക്ക് ബെഡൊക്കെ സെറ്റ് ചെയ്യാം അവിടെ ഗേസ്. അപ്പോൾ നമ്മളിവിടെ ബേസ് ഇതങ്ങനെ ചെറുതായിട്ടൊന്ന് പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. ഇതൊക്കെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബ്രീഡിങ് ഫാമിനുള്ള പണി തുടങ്ങണം. അതിനൊക്കെ മുന്നേ നമുക്ക് ചെറിയൊരു ഫാം തുടങ്ങണം. ആൻഡ് ചെറിയ ഹോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ജസ്റ്റ് ഒന്ന് ഹോ എടുത്തിട്ട് നമുക്ക് വാട്ടർ ബക്കറ്റ് ഞാൻ വെച്ചോ. വാട്ടർ ബക്കറ്റ് എടുക്കുക. ആൻഡ് വാട്ടർ ബക്കറ്റിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ വാട്ടർ ബക്കറ്റിലൊരു മീനിനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയൊരു മീൻ. ഇപ്പം എവിടെ ഇടുക? ഓക്കെ ഇവിടെ ഒരു കുഴി കുത്തിയിട്ടിടുക.
ഗസ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അതായത് മീൻ കണ്ട അടിപൊളി ഒരു മീനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു മീനാണ്, പക്ഷേ ഓക്കെ അവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അവനെ ഒരു ചെറിയ കുഴിയിലാക്കിയിട്ടിടാം. ഇവിടെ ഒരു കുഴി എടുക്കുക, എന്നിട്ട് ഇവിടെ ഇടാം. ഓക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നോട്ടെ. ഇനി നമുക്ക് പോയിട്ട് അവൻ വലിയൊരു കടലിൽ നമ്മൾ പിടിച്ചിടുന്നതാണ് പാവം. നമുക്ക് വെള്ളം പോയിട്ട് എടുക്കാൻ 2 ബക്കറ്റ് വെള്ളം വേണം, എന്നാലും നമുക്ക് സെറ്റ് ആവുള്ളൂ. നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 വെള്ളം വേണം. സാറല്ലേ നമുക്ക് പോയിട്ട് വരാം. ഗസ് നമ്മൾ ഈ വെള്ളം ഇവിടെ ഒഴിച്ചു. അതിൻ്റെ നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പേരിടണം. ഗസിൻ്റെ പെറ്റാണ് പുതിയത്. നമുക്ക് എന്താ ഇടുക? ഓക്കെ പൂക്കിയിടാം. പൂക്കിക്കുട്ടനാണ് നമ്മുടെ പൂക്കിക്കുട്ടൻ. അതിൻ്റെ പൂക്കിക്കുട്ടനെ മേത്ത് തൊടാതെ വെള്ളം എടുക്കണം, എന്നാലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. ആൻഡ് ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു കൃഷി ഒരു ഫാം തുടങ്ങാം. ഓക്കെ ഇവിടെ തന്നെ തുടങ്ങാമല്ലേ? ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ കുഴിച്ച് തുടങ്ങാം. ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 4 സൈഡ് ഇങ്ങനെ കുഴിക്കാം. 4 വരെ പോവുള്ളൂ. ഗേസ് അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വീറ്റൊക്കെ നടാം. ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടി വീറ്റ് സെറ്റാക്കാം അവിടുന്ന്. ഗേസ് അപ്പോൾ നമുക്ക് രാത്രി ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. നമുക്ക് 31 സീഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗേസ് അപ്പോൾ നമ്മുടെ ഈ ഒരു വേൾഡത്തെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് 6ാമത്തെ ഡേ. അയ്യോ ഇപ്പോൾ പെട്ടെന്ന് ഓക്കെ നമ്മുടെ 6ാമത്തെ ഡേയും നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ്. ഇപ്പം ചത്തിൻ്റെ ചാവറ. ഓക്കെ നമുക്ക് നമ്മുടെ 6ാമത്തെ ഡേയും പൂർത്തിയാക്കിയേക്കാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി നട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല, ബട്ട് നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ച് ഒരു ബേസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ബ്രീഡിങ് ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അതായിരിക്കും നമ്മുടെ ഗോള്. ആൻഡ് ഇത് ഫുൾ നമുക്ക് ഇവിടെ നടാം. ഓക്കെ കുറച്ചുകൂടി ആവശ്യമുണ്ട്, നമുക്ക് അതും കൂടി സെറ്റാക്കിയിട്ട് നടാം. ഗേസ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി നടാം. ഓക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതിൽ വയ്ക്കാം. ഇതൊക്കെ പോട്ടെ, ഫുഡ് മാത്രം ഇതൊക്കെ പോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന്. അതിൻ്റെ ഒരു ബക്കറ്റ് വെള്ളം കയ്യിൽ പിടിച്ച് വയ്ക്കാം. ഇത് എന്താ ഹോയൊക്കെ പോട്ടെ. ഓക്കെ ഇനി കയ്യിലൊരു ബക്കറ്റ് നമ്മുടെ പൂക്കിമോ അതിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗേസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഒരു വില്ലേജ് 2 വില്ലേജ് കണ്ടുപിടിച്ചു. ഒരു വില്ലേജ് ശവാനയിലെ ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് പുറപ്പെട്ട് അതിൻ്റെ നമ്മളൊരു ഓക്കത്തെ വില്ലേജ് കണ്ടുപിടിച്ചു. 1 മിനിറ്റ് ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നു. നമ്മുടെ 2 വില്ലേജസിനെ നമുക്ക് പൂട്ടാൻ ഞാൻ മറന്നു. അത് നമുക്ക് പോയി പൂട്ടിയിട്ട് വരാം. ഗേസ് അതൊരു പണി മാറ്. അയ്യോ പെട്ടു. എടാ ലാവന്ന് കത്തിയറ വീടേ. അതോ അയ്യോ പണിയായാലോ അത് അണയ്ക്കാനും പറ്റില്ല ഇനി. അയ്യോ ഗസ് ഇവിടുത്തെ ഒരു വീട് നശിക്കുന്നു കേട്ടോ. ഇതൊക്കെ കത്തിപ്പിടിക്കാനോടാ. അതെ നമുക്ക് ഈ വെള്ളത്തിൽ പിടിച്ച് കയറാം. അയ്യോ കയറി അയ്യോ കയറി അവിടെ വീട് അണക്കുന്നതാ കിടക്കില്ല. ഓക്കെ നമ്മള് എന്ത് പരിവ് ഏടെ ആ ലാവേന്ന് കത്തി പിടിച്ചറാ. ഓക്കെ കയറി ഓ നമ്മൾ എങ്ങനെയൊക്കെയാ വീട് അണച്ചിട്ടുണ്ട്. ഓക്കെ കയറി ഓക്കെ ഇറങ്ങി എടാ വീട്ടിൽ നിന്ന് ഇറങ്ങറ. ഓക്കെ പോ ഹാവു എടാ വീട് ഏകദേശം കത്തി പിടിച്ചറ. ഏത് കൂടെ കത്തി. ഓക്കെ ഇവിടെ നിന്നാണ് കത്തിയത്, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തും. നമുക്ക് ഇവിടേക്ക് ഓക്കെ ഇവിടെ നിന്ന് ഫുള്ള് വെള്ളമാക്കിയേക്കാം. ഓക്കെ കേസ് അപ്പോൾ ഇനി നമുക്ക് 2 എണ്ണത്തിന് പൂട്ടാം. മണിയില്ല ഇവിടെ മണി ഓക്കെ മണി അതാ. ആ 2 എണ്ണം ആ വീട്ടിൽ കയറിയാൽ അത്രയും നല്ലത്. നമുക്ക് ഡേട്ട് കൈ പിടിച്ചിട്ട് മണി അടിക്കാം. ഓക്കെ കയറാ 2 എണ്ണം കയറാം. ഓക്കെ ഒരു തൈൽ കയറിയിട്ട് ഇപ്പം നമുക്ക് ഇതിൽ പൂട്ടിടാം. ഇനി ഇവനും കൂടിയും പൂട്ടാം. കയറാ ഓക്കെ പോകുന്നുണ്ടോ അവന്മാര്. കയറി ആ എന്നെ കയറി ഓക്കെ. ഓ അതിൽ 2 എണ്ണം ഉണ്ട്, സാറില്ല നമുക്കിത് പൂട്ടാം. അയ്യോ എത്ര എണ്ണടാ ഒരെണ്ണത്തില്. ഓക്കെ സാറില്ല. ആ ഓക്കെ നമുക്കിത് ഈ ഡേട്ടുണ്ട് പറിച്ചിട്ട് ഇനി എടുത്തിട്ട് പഠിക്കട്ടെ. ഓക്കെ ഇതിൽ 2 പേരുണ്ടല്ലോ ഇല്ലേ. ഓക്കെ അതിൽ 3 പേരുണ്ട്. ഒരെണ്ണം പച്ചക്കാരനാണ്, അവനെ കാര്യമില്ല. അപ്പോൾ ഇവനെ നമുക്ക് തുറന്ന് വിടാം. ഇനി നമുക്ക് നമ്മുടെ ബേസിക്ക് പോവാം.
ഗേസ് അപ്പോൾ നമ്മുടെ ബേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഗേസ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 2 വില്ലേജ് കണ്ടുപിടിച്ചാൽ നമ്മൾ ബേസൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പെറ്റിനെ കിട്ടി, പൂക്കി നമ്മൾ പേര് വിട്ടവനെ. നമ്മളൊരു ഫാം, ഒരു കൃഷി നമ്മൾ സെറ്റായി, നമ്മൾ 2 പേരെ പൂട്ടിയിട്ടു. അപ്പം അടുത്ത എപ്പിസോഡ് നമ്മൾ എന്തായാലും ബ്രീഡിങ് ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അടുത്ത എപ്പിസോഡ് എന്തായാലും ഇറങ്ങുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.